സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവു രാജാവായി ദിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. രക്ഷിതാവു രാജാവായി ദിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുവൻ വാഗ്ദത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുവൻ വാഗ്ദത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ദൈവത്തിന് സ്തോത്രം. നമുക്ക് നെഹമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല, നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ. പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ്. ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു കൂട്ടം ജനം അവിടെ ദൈവത്തിൽ വേദന വരുന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന കണ്ടു. അതിൻ്റെ കാര്യം എന്നാന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അവിടുത്തെ പാവപ്പെട്ട ജനത്തിന് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ അവിടുത്തെ പ്രമാണിമാർ
അവരെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരിക്കലും നന്നല്ല, ദൈവം പ്രസാദിക്കത്തില്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തെങ്കിലും, പുറമേയുള്ള ജാതികളുണ്ട്, ദൈവത്തിൻ്റെ ജനമാണ്, അവർക്ക് തെറ്റുപറ്റിയതുകൊണ്ട് അവർ അന്യദേശത്തേക്ക് പോയവരാണ്, അവർ മടങ്ങി വന്നു. എന്നാലെങ്കിലും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ ആ മഹത്വം നമുക്ക് പ്രാപിച്ചെടുക്കണം. ദൈവനാമം ദുഷിക്കപ്പെട്ട ജാതികളുടെ ഇടയിൽ നിന്ന് വരാൻ പാടില്ല. ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കയറാൻ പോകുന്നില്ല. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സമർപ്പണവും ആത്മീയമായ തീഷ്ണതയും വന്നില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ജാതികളുടെ ഇടയിൽ നമ്മളെ ദുഷിക്കും. ഇവർ കൂട്ടായ്മക്കാരല്ലേ? ഇവർ വചനം പറയുന്നവരല്ലേ? അല്ലേ, ഇവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരല്ലേ? പക്ഷെ ഇവരുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തു പറയും? ദൈവത്തിന് വായടഞ്ഞു പോകും, ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടും. നമുക്ക് വീണ്ടും വായിക്കാം എസെക്കിയേൽ 36:20. അവർ ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവൻ്റെ ദേശം വിട്ടു പോകേണ്ടി വന്നവർ എന്ന് അവർ അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. യഹോവയുടെ ജനമാണ്, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അഭിമാനിക്കാനുണ്ട്. ഞങ്ങളാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ജാതി, ഞങ്ങൾക്ക് ദേവാലയമുണ്ട്, ഞങ്ങൾക്ക് യാഗമുണ്ട്, അബ്രാഹാമിൻ്റെ സന്തതിയാണ്, യാക്കോബിൻ്റെ കടലിൽ നിന്ന് വെള്ളം കുടിക്കുന്നവരാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളെക്കുറിച്ച് തന്നെ അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ദേശം വിട്ട് പോകേണ്ടി വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അവർ മനസ്സിലാക്കണില്ല. എന്തുകൊണ്ട് മനോഹരമായ ദേവാലയമുള്ള വലിയ മതിലുള്ള പട്ടണം വിട്ട് അവർക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ട്? ജാതി രാജാക്കന്മാർ വന്ന് ഈ ദേശത്തെ അടിമനോഹത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ കാര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കണില്ല. ദൈവം എന്തോ ഞങ്ങളെ കൈവിട്ടു എന്നാണ് അവർ പറയുന്നത്. എന്നെ ദേശം വിട്ടു പോയിരുന്നു എന്ന് അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. ദൈവത്തിനൊരു വിശുദ്ധിയുണ്ട്. ദൈവത്തിന് ജനമെന്ന് പറയുന്നൊരു അഭിമാനമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ജനം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനം, ദൈവം അനുഗ്രഹിച്ച ജനം, അബ്രഹാമിൻ്റെ പിൻതലമുറക്കാർ, പ്രവാചകന്മാരിൽ കൂടെ കാലാകാലങ്ങളെ വഴി നടത്തിയവർ, രാജാക്കന്മാരെ കൊടുത്തവർ, എല്ലാ രീതിയിലും ആ ജനത്തിന് വേണ്ടി എല്ലാം ചെയ്തു. ശത്രുക്കളുടെ മുമ്പിൽ പുറം കാട്ടുമാറാക്കാതെ കാത്തവർ, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഈ ജനം പ്രവാസികളായി പോകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. യെരമ്യാ പ്രവചകൻ കരഞ്ഞു പറഞ്ഞു, ഈ ജനം പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ജനം കൈക്കൊണ്ടില്ല. എക്കാലത്തുള്ളൊരു കാര്യമാണ് പ്രിയരെ, സത്യം പറയുന്നവരെ അവർക്കെതിരായിട്ട് നിൽക്കുക, വ്യാജം പറയുന്നവരെ സ്വീകരിക്കുക. എക്കാലത്തും ഉള്ളതാണ്. അന്ന് ഈ രാജാവിൻ്റെ ഇഷ്ടപ്രകാരം പ്രവചനം പറയുന്ന പ്രവാചകന്മാരുണ്ട്. എന്നാൽ യെരമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം മാത്രം പറയുന്ന പ്രവാചകനാണ്. ഈ യെരമ്യാ പ്രവാചകനെ എത്രമാത്രം കഷ്ടപ്പെടുത്തി. രാജാവിൻ്റെ പ്രവാചകന്മാർ രാജാവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവാസത്തിലേക്കൊന്നും പോവുകയില്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനത്തെ തെറ്റിച്ച് കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് പറഞ്ഞത്. എന്നാൽ അത് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ എന്താണ്? തീത്തോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾ മാതൃകയായി കാണിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമർപ്പണം എടുക്കുന്നത് എന്തിനാണ്? 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തിന് പ്രസാദകരമായ ജീവൻ നയിക്കാൻ, അതിൽ കൂടെ നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ. 2, ശത്രുവിൻ്റെ മുമ്പിൽ ലജ്ജിക്കാതെ നിൽക്കാൻ. നമ്മൾ സാധാ മനുഷ്യരെ പോലെയാണെന്ന് പിശാച് പറയാതിരിക്കാൻ. അല്ല, നമ്മൾ സാധാരണക്കാരെ പോലെയാണോ? അതാണ് വേറൊരു ചോദ്യം. നമ്മൾ സാധാരണക്കാരെ പോലെയാണോ? നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചതാണോ? ദൈവത്തിന് സ്തോത്രം. എന്താ നമ്മുടെ മേന്മ? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വിരോധി നമ്മെക്കൊണ്ട് എന്ന് പറഞ്ഞാൽ പിശാച് അല്ലെങ്കിൽ ലോക മനുഷ്യർ നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ, ഒരു തിന്മ പോലും പറയരുതെന്നാണ് പറഞ്ഞ്. നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്ക് നമ്മളിൽ ഒരു തിന്മയും കാണാൻ പാടില്ലെന്നാണ് പുതിയ നിയമത്തിൽ സത്യമായിട്ട് വചനം പറയുന്നത്. നമ്മളുടെ അടുത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളോട് ഇടപെടുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ ശത്രുവകാശം പറയുന്ന ഒരു പാവം പോലും വരാൻ പാടില്ല. ഞാൻ പറയും, 1000 കണ്ണുകളുണ്ട് നമ്മളെ കാണാൻ. ഒരാൾ സ്റ്റേജിലേക്ക് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുകയോ പാട്ട് പാടുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ 1000കണക്കിന് കണ്ണുകളാണ്
ഈ മനുഷ്യൻ്റെ മേൽ നോക്കുന്നത്, ഇവനിൽ എന്ത് തെറ്റുണ്ട്, ഇവൻ പറയുന്ന പോലാണോ ജീവിക്കുന്നത്, പൂർണ്ണമായിട്ട് നോക്കുകയാണ്. ഞാൻ തെറ്റൊന്നും പറയത്തില്ല, കാരണം അവർക്ക് സാധിക്കുന്നില്ല. അപ്പം സാധിക്കുന്നു എന്നൊരാൾ പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇന്നത്തെ കാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ഭൂമിയും ഈ ലോകമൊക്കെ വിട്ട് പറന്ന് ജീവിക്കുന്ന എത്ര പേരുണ്ട്? നിത്യതയിലേക്ക് പറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? മരണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ പോലും ശരിക്കും നോക്കും വിരോധി നമ്മളെ കൊണ്ട് ഈ തിന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അത് അവരുടെ ജോലി, അവർ ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ഗാർഡഡായിരിക്കണം. എന്താണ് നമുക്കുള്ള യോഗ്യത? സ്വർഗീയ വിളി ലഭിച്ചവരാണ്. സ്വർഗം ആവലോടെ നമ്മളെ വിളിച്ചതാണ്. എനിക്കറിയാം, എനിക്ക് 22-ാമത്തെ വയസ്സൊരു വിളി കിട്ടി. അത് സ്വർഗം വിളിച്ചതാണെന്ന് എനിക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് എന്നെ വിളിച്ചതാണെന്ന് എനിക്കറിയാം. എനിക്കതിനകത്ത് ഒരു സംശയമില്ല. സ്വർഗം എന്നെ കണ്ടു, സ്വർഗം എന്നെ അറിഞ്ഞു, സ്വർഗത്തിൻ്റെ സകല പ്രതീക്ഷയും എൻ്റെ മേൽ വെച്ചു. ഒരു മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഒരു വലിയ കാര്യം നടക്കും. എത്ര പേര് എൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ പിന്മാറാൻ വേണ്ടി പല സാഹചര്യം വരുമ്പോഴും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, ദൈവമാണ് എന്നെ വിളിച്ചത്, യേശുക്രിസ്തുവാണ് എന്നെ വിളിച്ചത്. എൻ്റെ കുറവ് നോക്കിയിട്ടല്ല, എൻ്റെ കഴിഞ്ഞകാല ജീവിതം നോക്കിയിട്ടല്ല, എൻ്റെ പാരമ്പര്യം നോക്കിയിട്ടല്ല, എൻ്റെ കഴിഞ്ഞകാല കുഴിയുടെ ആഴം നോക്കിയിട്ടൊന്നുമല്ല. എന്നെ മാറ്റാൻ അവന് കഴിയും. അതാണ് ദൈവസ്നേഹം. ദൈവത്തിൻ്റെ വിളി എനിക്ക് ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. 2, നിത്യജീവനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നിത്യ സൗഭാഗ്യത്തിലേക്ക് പോവും. അല്ല, ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ നിത്യജീവൻ്റെ അവകാശം എനിക്ക് ഉണ്ടെന്നുള്ള ഉറപ്പ്. നല്ല പ്രാഗൽഭ്യമുള്ള ജീവിതം. പക്ഷേ അഹങ്കാരമല്ല, ആശ്രയ ജീവിതം. ദൈവത്തോടുള്ള ആശ്രയം കൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് പാപം തൊടാത്തൊരു ജീവിതമുണ്ട്. ഇന്ന് അനേകർ അതിനെക്കുറിച്ച് പറയത്തില്ല. കാരണം അവർക്കും പ്രാഗൽഭ്യം ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ അവൻ ആദ്യ സ്നേഹം കിട്ടും. പക്ഷെ പിശാചിൻ്റെ സകല അവകാശവും ആ ഹൃദയത്തിലുണ്ട്. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം വരെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കും. ആ സമയത്തിനുള്ളിൽ അവൻ്റെ പാപത്തെ കണ്ടുപിടിച്ച്, പിശാചിൻ്റെ അവകാശങ്ങളെ കണ്ടുപിടിച്ച് യാത്ര പറയുന്നില്ലെങ്കിൽ ഈ ദൈവാത്മാവ് മാറിപ്പോകും. കാരണം ചെളിയിൽ ചവിട്ടാൻ ഉദ്ദേശിക്കുന്നതല്ല പ്രാവ്. ദൈവാത്മാവ് ഒരിക്കലും അശുദ്ധമായ ഒരുങ്ങാത്ത പാത്രത്തിനകത്ത് സ്ഥിരമായി വസിക്കില്ല. കുറച്ചു കാലമൊക്കെ നിൽക്കും, പ്രതീക്ഷയോടെ നിൽക്കും. മാറുമോ ഇല്ലയോ നോക്കും. ഒരു സമയ കാലാവധി കൂട്ടും. അത് ദൈവത്തിൻ്റെ കാര്യമാണ്. അത് കഴിഞ്ഞ് മാറുന്നില്ലെങ്കിൽ ആത്മാവ് മാറിപ്പോകും. ഈ ആത്മാവ് മാറിപ്പോകുന്നോട്ട് അവരുടെ അറിയത്തുമില്ല. പ്രകടമായ വേറെ പാപം ചെയ്തിട്ടല്ല, ആളത്തം മാറാതിരിക്കുന്നത് കൊണ്ടും പ്രകൃതം മാറാതിരിക്കുന്നത് കൊണ്ടും ദൈവസനയം വന്നിരിക്കാത്തത് കൊണ്ടും ക്രൂശൻ ചൂട്ടിയിരുന്ന് ശോധന ചെയ്യാത്തത് കൊണ്ടും പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടും, ഇല്ലെങ്കിൽ എൻ്റെ ഭാവി നശിക്കും, എൻ്റെ കുടുംബം നശിക്കും എന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടും എന്തു ചെയ്യും? അവർ സാരമില്ലെന്ന്. നിത്യജീവനായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര പേർക്ക് ബോധ്യമുണ്ട്? കൂടാനുകൂടി ജനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ കാണുന്നുണ്ട്. വലിയ പണക്കാരെ കാണുന്നുണ്ട്, ബിസിനസ്സുകാരെ കാണുന്നുണ്ട്, ആഠ്യത്വമുള്ളവരെ കാണുന്നുണ്ട്, നല്ല പെരുമാറ്റമുള്ളവരെ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നുമല്ല. ഞാൻ സ്വർഗത്തിൻ്റെ വിളി ലഭിച്ച മനുഷ്യനാണ്. നിത്യജീവൻ ഇവിടെ വെച്ച് തന്നെ എനിക്ക് അവകാശമായി കിട്ടിയതാണ്. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു ഈ ഹൃദയത്തിൽ വസിക്കാൻ കൊതിച്ചു. അവൻ്റെ കൊതി ഞാൻ മനസ്സിലാക്കി എൻ്റെ ഹൃദയം ഞാൻ വിട്ടുകൊടുത്തു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, പറ്റാത്തതാണെങ്കിലും സാധിപ്പിക്കാൻ ദൈവം ഉണ്ട്. സ്വർഗത്തിൻ്റെ വിളി ലഭിച്ചവരെ, നിത്യജീവനായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ, സത്യസുവിശേഷം, 3-ാമത്തെ കാര്യം, സത്യസുവിശേഷത്തിൻ്റെ ആകർഷണം കിട്ടിയവരാണ്. അനേകർക്ക് വിലയൊന്നുമില്ല. ഈ ജീവൻ്റെ വചനം, മനുഷ്യനെ ആകർഷിക്കുന്ന വചനം, മനുഷ്യനെ പാപബോധം കൊടുക്കുന്ന വചനം, മനുഷ്യനെ തെറ്റാന്ന് കാണിച്ചു കൊടുക്കുന്ന വചനം, മനുഷ്യനെ തെറ്റിൽ നിന്ന് നീതിയിലേക്ക് തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അവനെ ക്രൂശൻ ചൂട്ടിലേക്ക് അടുപ്പിക്കുന്ന വചനം, അവനെ ക്രിസ്തുവായിട്ട് പരിചയപ്പെടുത്തുന്ന ആ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൻ്റെ ഒരു മാധുര്യം, വചനം കേൾക്കുവാനും വചനം വായിക്കാനും വചനം ആസ്വദിക്കാനും, അത് എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് മനസ്സിലാക്കാനും പ്രിയപ്പെട്ടവരെ, ഭാഗ്യം ലഭിച്ചവരാണ് ദൈവത്തിൻ്റെ സ്നേഹം കിട്ടിയവരെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വേറൊരു സത്യം, കുരിശിൻ്റെ ചുവട് അനേകർക്ക് അറിയാൻ പാടില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് പോലും ക്രൂശൻ ചുവടിനെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. ക്രൂശിൻ്റെ ചുവട് പരിചയമുള്ളവർ.
എപ്പോഴും 24 മണിക്കൂറും ക്രൂശിൻ്റെ ചുവട്ടിൽ അഭയം കണ്ടെത്തി ആശ്രയം കണ്ടെത്തിയവർ. അവർക്ക് വേറെ സ്ഥലം വേണ്ട. അവർക്ക് ലോകത്തിൻ്റെ കാഴ്ചകൾ കാണാനെങ്കിലും പോകണമെന്ന് ആഗ്രഹമില്ല. അവർ വേറെ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് പോകണമെന്നൊന്നും താല്പര്യമില്ല. അവർ കണ്ട ഏറ്റവും വലിയ സുഖവും ഏറ്റവും വലിയ കംഫർട്ടബിളായിട്ടുള്ള സ്ഥലം ആ ക്രൂശിൻ്റെ ചൂടാണ്. ഞാൻ തിയറി പറയുന്നതല്ല, ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ക്രൂശിൻ ചുവട്ടിൽ ആശ്രയം കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരിക്കലെങ്കിലും ലഭിക്കാത്തവരാരും കാണുകയില്ല. വീണ്ടെടുപ്പ് ലഭിച്ചപ്പോഴെങ്കിലും മനസ്സായിട്ടുണ്ട്, മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കാൻ കൊതിച്ചെത്ര പേരുണ്ട്. കരയാത്ത കണ്ണീര്, ധോരധാരയായി കണ്ണുനീര് വന്നവർ എത്ര പേരുണ്ട്. എത്ര പ്രാർത്ഥിച്ചാലും മതി വരാതെ സമയം പോകുന്ന അറിയാതെ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിച്ചവരുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കാലമൊക്കെ ഓർമ്മയായിട്ട് പോയോ പ്രിയരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാലം. മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചാൽ മതി വരാത്തൊരു കാലം, കരഞ്ഞാൽ തീരാത്തൊരു കാലം, സ്തോത്രം, സ്തുതിച്ചാൽ മതി വരാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നതിങ്ങനെയുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കാൻ നല്ലതല്ലേ? ദൈവത്തിൻ്റെ വിളിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയവർ അങ്ങനെ കണ്ടെത്തുമോ? ഉണ്ട് പ്രിയരെ, കണ്ടെത്താൻ പറ്റും. മോശ പറഞ്ഞു, മോഹം കാണിച്ചില്ല. എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മോശ പറഞ്ഞു. ഇല്ല, നീ ആയിരിക്കുന്ന അവസ്ഥ എനിക്ക് ഇപ്പോൾ നിനക്ക് കാണാൻ പറ്റില്ല. എൻ്റെ തേജസ്സിൻ്റെ കടന്നു പോകുമ്പോൾ എൻ്റെ പുറത്തിൻ്റെ ഒരു അംശം ഞാൻ നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ എത്ര പേർ കൊതിയുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ എന്നെ സ്നേഹിച്ചു, എനിക്ക് നിന്നെ സ്നേഹിക്കണം. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ കാണണമെന്നും പരിചയപ്പെടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. സ്വാഭാവികമല്ലേ പ്രിയരെ? അവനെ പ്രതിയാണ് എല്ലാം വിടാൻ പോകുന്നത്. അവനെ പ്രതിയാണ് ലോകത്തെ ചപ്പന്നും ചവറന്നും എണ്ണുന്നത്. അവൻ്റെ ആ മാധുര്യം എന്താണ്? അവൻ്റെ സൗന്ദര്യം എന്താണ്? അവൻ്റെ ആകർഷണം എന്താണ്? അവൻ്റെ സാന്നിധ്യത്തിൻ്റെ കൊതി എന്താണ്? അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവം എന്താണ്? കുറച്ചെങ്കിലും കിട്ടിയിട്ടുള്ളവരല്ലേ നമ്മൾ? നിറവോടെ കിട്ടാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയതാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. സെക്കൻഡ് നേരം കൊണ്ട് പാപം എവിടെ പോയി? മാനസാന്തരപ്പെട്ടപ്പോൾ സെക്കൻഡ് നേരം കൊണ്ട് പാപം പോയി. പാപ സ്വഭാവം അവിടെ കാണാനില്ല. പാപത്തോട് ആസക്തിയില്ല. ഇന്നലെ വരെ പുകവലിച്ചവർ, ഇന്നലെ വരെ മദ്യപിച്ചവർ, ഇന്നലെ വരെ സ്ത്രീകളുടെ പിന്നാലെ പോയവർ, ഇന്നലെ വരെ കള്ളം പറഞ്ഞവർ, ഇന്നലെ വരെ കോപിച്ചവർ, ഇന്നലെ വരെ ലോകമയെ ശരണമെന്ന് പറഞ്ഞ് ജീവിച്ചവർ, ഇന്നലെ വരെ പണത്തിന് പിന്നാലെ പോയവർ, ഇന്നതൊന്നും വേണ്ട. ഈ മാറ്റം തന്ന ആരാ? ആർക്കിത് മാറ്റം തരാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവതാണ്. അവൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നു. അവൻ്റെ ആത്മാവിൻ്റെ മേൽ വ്യാപരിക്കുന്നു. എനിക്ക് പാപത്തോട് പ്രവണതയില്ല, പാപത്തോട് താല്പര്യമില്ല. എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള താല്പര്യം അത് ലഭിച്ചവരല്ലേ? യേശുവിൻ്റെ രക്തത്താൽ പാപം കഴുകി കിട്ടിയവർ. ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി കിട്ടിയവർ. പാപം കഴുകി കിട്ടുമ്പോൾ എന്ത് സമാധാനമാണ്? പാപാസക്തിയല്ലേ മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്നത്. ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെയും ദാഹിക്കും. എത്ര വെള്ളം കുടിച്ചാലും ദാഹിക്കും. എത്ര പാപം ചെയ്താലും ദാഹിക്കും. എത്ര കാഴ്ച കണ്ടാലും ദാഹിക്കും. എത്ര പണം കിട്ടിയാലും ദാഹിക്കും. എത്ര ആഹാരം കഴിച്ചാലും ദാഹിക്കും. എത്ര ഉറങ്ങിയാലും ദാഹിക്കും. ഈ ലോകത്തിൽ എന്തുണ്ട് മതിയെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന്? യേശുവിൻ്റെ രക്തത്താൽ കഴിഞ്ഞകാല പാപങ്ങൾ കഴുകിയിട്ട് എന്തൊരു ഭാഗ്യം! ഹൃദയം വെണ്മയാവുന്നു, വെടിപ്പാകുന്നു. അവിടെ വേറെ ഒന്നുമില്ല, സ്നേഹം മാത്രം. ക്രിസ്തു ചൊരിഞ്ഞ സ്നേഹം മാത്രം ഈ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതം യേശുവിനായി സമർപ്പിച്ചവർ. ഇതുവരെ ലോകത്തിൻ്റെതായിരുന്നു, വക്താക്കളായിരുന്നു, പലത് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ അടുത്തേക്ക് ആരെങ്കിലും വരുമ്പോൾ പറയുന്ന ലോകകാര്യങ്ങൾ, ഈ ലോകത്തിലെ വിഷയങ്ങളെ പറയുള്ളൂ. ലോകത്തിലെ സമ്പാദ്യങ്ങളെ, ലോകത്തിലെ നേടിയത്, ലോകത്തിലെ വീടിൻ്റെ കാര്യങ്ങൾ, കാറിൻ്റെ കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും ഒക്കെ ഇങ്ങനെ പറയും. നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ, നല്ല ആരെങ്കിലും വന്നാൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ പ്രിയരെ? എന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിനെക്കുറിച്ച് മാത്രം പറയുന്നൊരു നാവുണ്ടായിരുന്നില്ലേ? യേശുവിലേക്ക് ആത്മാക്കളെ അടുപ്പിക്കാൻ വേണ്ടി കുരിച്ചൊരു ഹൃദയം ഉണ്ടായിരുന്നില്ലേ? യേശുവിന് വേണ്ടി ഓടാൻ തയ്യാറായൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇന്നതെല്ലാം എവിടെ പോയി? യേശുവിനെ വിട്ട് വേറെ പലതിൻ്റെ പിന്നാലെയും പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, അതൊരു വലിയൊരു ഭാഗ്യപദവിയാണ്. പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. മാനസാന്തരം കിട്ടും, ആദ്യസ്നേഹം കിട്ടും. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവ് തേജസ്സോടെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണം. പരിശുദ്ധാത്മാവിനാൽ എൻ്റെ പാപപ്രവണതകളെല്ലാം മാറണം. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലേക്ക് എൻ്റെ ജീവിതം കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാനില്ല. അപ്പോൾ സ്വലം പറഞ്ഞു, ഇനി ജീവിക്കാൻ ഞാനല്ല, ക്രിസ്തു അത്രേ. എൻ്റെ എപ്പോഴുള്ളൊരു ചോദ്യമാണ്, ഇതെന്താണ് ഈ സംഭവം? എനിക്ക് മനസ്സിലാക്കി കിട്ടി.
എൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ വലുതും ചെറുതുമായ ഓരോ കാര്യവും യേശു ക്രിസ്തുവിനെ കൊണ്ട് ചെയ്യിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വയം മാറുകയാണ്, എൻ്റെ ഇഷ്ടങ്ങൾ മാറുകയാണ്, എൻ്റെ ആഗ്രഹങ്ങൾ മാറുകയാണ്. കർത്താവിനെ നാം മഹത്വപ്പെടുത്തണം, കർത്താവിനെ ഉയർത്തണം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം കൊടുക്കണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ സജീവമായി നിൽക്കണം. എൻ്റെ ദൈവത്തിന് എൻ്റെ ഭാര്യ ഒരു സജീവമാണ്, എൻ്റെ ജീവിതത്തിൽ മക്കൾ സജീവമാണ്. അതിനേക്കാൾ സജീവമായി എപ്പോഴും ഓരോ നിമിഷവും കൂടെ കരം പിടിച്ച് നടക്കുന്ന ക്രിസ്തു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പറയുന്നത്, സത്യമാണ് ഈ പറയുന്നത്. ഭാര്യ എപ്പോഴും കൂടെ കാണില്ല. ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഭാര്യ അക്കോമഡേറ്റ് നമുക്ക് പറ്റില്ല. എന്നാൽ 24 മണിക്കൂറിൻ്റെ ഓരോ നിമിഷവും കൂടെ നിൽക്കാൻ കൊതിക്കുന്നൊരു ദൈവത്തെ ചേർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ സംസർഗവും എൻ്റെ സാന്നിധ്യവും ആഗ്രഹിക്കുന്ന ദൈവം. ഞാൻ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന് എൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. എൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ദൈവം, എൻ്റെ വീട്ടിൽ കഴിയാൻ കൊതിക്കുന്ന ദൈവം, എൻ്റെ കാറിൽ കയറാൻ കൊതിക്കുന്ന ദൈവം, എൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കൊതിക്കുന്ന ദൈവം. പുത്രത്വം പ്രാപിച്ചവർ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായി തീരാൻ ഭാഗ്യം ലഭിച്ചവർ. പുത്രത്വം അത് നിസ്സാര കാര്യമൊന്നുമല്ല, അവകാശമാണ്. ഈ പുത്രത്വം എന്ന് പറഞ്ഞാൽ അവകാശമാണ്. 1. 2, അപ്പൻ്റെ സ്വഭാവം കിട്ടുന്നതാണ് പുത്രത്വം എന്ന് പറയുന്നത്. അപ്പൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധനായേ പറ്റുള്ളൂ. അതാണ് പുത്രത്വം എന്ന് പറയുന്നത്. പിതാവിനോട് നിരപ്പ് പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. പിതാവാരെയും അതിപരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തോട് നിരപ്പാകണമെങ്കിൽ ഞാൻ അതിപരിശുദ്ധിയിലേക്ക് ഞാൻ ലക്ഷ്യം വെച്ചേ പറ്റുള്ളൂ. അതായിരിക്കണം എൻ്റെ കേന്ദ്ര ബിന്ദു, അതായിരിക്കണം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞവരാ. മൺമറഞ്ഞു പോയ 2000 കൊല്ലത്തിനു മുമ്പ് ക്രൂശിക്കപ്പെട്ട് മൺമറഞ്ഞു പോയ ദൈവം. ക്രിസ്ത്യാനികളെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിപ്പണമെന്നാണ് പറയുന്നത്. അല്ല പ്രിയരെ, പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തും താഴേക്ക് ഇറക്കിക്കൊണ്ട് ഈ നിസ്സാര മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്താൻ എത്ര പേരുണ്ട്? സാക്ഷ്യം പറഞ്ഞവരല്ലേ? ദൈവം ജീവിക്കുന്നു സാക്ഷ്യം പറഞ്ഞവരല്ലേ? ദൈവസാന്നിധ്യം അനുഭവിച്ചവരല്ലേ? ഇന്നത് പറയാനുണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തു എന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. ഓടി നടന്ന് വേല ചെയ്തവരാണ്. ശമരിയക്കാരത്തെ സ്ത്രീ തൻ്റെ ദേശത്തേക്ക് ചെന്നിട്ട് ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു പുരുഷനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ കൂട്ടി യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ഓടി നടന്നവരല്ലേ നമ്മൾ? നാലോചിച്ച് നോക്കിയേ. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, കൂട്ടായ്മയിലേക്കല്ല, ദൈവമക്കളുടെ അടുത്തേക്കല്ല, ക്രിസ്തു എനിക്ക് വീണ്ടെടുപ്പ് തന്ന, എന്നെ സ്നേഹിച്ച, ഇത്രയും പുരുഷന്മാരുടെ കൂടെ നടന്ന് എന്നെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ കണ്ടിട്ടും വേദനയോടതെല്ലാം പറഞ്ഞിട്ടും അത് മാറ്റിത്തരാമെന്നാണ് പറഞ്ഞത്. ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. എന്തൊരു സ്നേഹം ഇത്! എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നത് അവരുടെ കാര്യം സാധിക്കാനാണ്, സ്നേഹം ഉണ്ടായിട്ടല്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്. എന്നാൽ യേശു എനിക്ക് സ്വർഗരാജ്യം തരാനാണ്, നിത്യജീവൻ തരാനാണ്, ദാഹിക്കാത്ത വെള്ളം തരാനാണ്, എന്നെ മാനിക്കാനാണ്, എന്നെ സ്നേഹിക്കാനാണ്, എൻ്റെ പാപം ക്ഷമിച്ചു തരാനാണ്, എന്നെ ഉയർത്താനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറഞ്ഞവരല്ലേ, സ്വർഗം പ്രതീക്ഷയോടെ നമ്മളെ കാത്തിരിക്കുന്നവരാണ്. സ്വർഗം പ്രതീക്ഷയോട് നമ്മുടെ ഓരോ നടപ്പും കടപ്പും ജീവിതവും സംസാരവും എല്ലാം സ്വർഗം കണ്ടോണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ ദിഷ്ടി നമ്മുടെ മേലുണ്ട്. സ്വർഗത്തിൻ്റെ കാവലും കരുതലും നമുക്കുണ്ട്. നമുക്കൊരു തെറ്റുപറ്റാതെ കാക്കാൻ മാലകമാരെ നിർത്തിയിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ പ്രതീക്ഷ നമ്മുടെ മേലാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ പ്രതീക്ഷയോടെ ദൈവം നോക്കുന്നു. എന്നിൽ ചവിട്ടിയെന്നുകൊണ്ട് പലതും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ നാവെടുത്ത് ഉപയോഗിക്കാൻ ദൈവം കൊതിക്കുന്നു. എൻ്റെ സാന്നിധ്യം ദൈവം എടുത്ത് ഉപയോഗിക്കാൻ കൊതിക്കുന്നു. എന്നിൽ കൂടെ പലതും ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അതെല്ലാം പോയില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ നിന്നില്ലെങ്കിൽ ക്രിസ്തു ജീവിതം സന്തോഷമാണെന്ന് പറയാൻ എത്ര പേരുണ്ടെന്ന്? ഭാരമില്ലാത്ത ജീവിതം, ആകുലമില്ലാത്ത ജീവിതം, ടെൻഷനില്ലാത്ത ജീവിതം. പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ വന്നാൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കാനാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞ ക്രിസ്തു അത് പ്രായോഗികമായിട്ട് നടക്കുമോ? പ്രശ്നം വരത്തില്ലെന്ന് പറയുന്നില്ല. രോഗങ്ങൾ വരാം, കടങ്ങൾ വരാം, ആപത്തുകൾ വരാം, മക്കളിൽ നിന്ന് പല പ്രശ്നങ്ങളും വരാം. ഇതൊന്നും എന്നെ തൊടാൻ പാടില്ല. കാരണം ഞാൻ സ്വർഗത്തിൻ്റെ മകനാണ്. ഞാൻ സ്വർഗത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. സ്വർഗത്തിൻ്റെ അംബാസഡറാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിൽക്കുകയാണ്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ വിളി ലഭിച്ചവനാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവസാനമായിട്ട് ലജ്ജിക്കാത്ത സാക്ഷികൾ, അതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ ആരുടെയാണ്? ഞാനിവിടെ ജീവിക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഒരേ ഒരാളെയാണ്, ക്രിസ്തു ജീവിക്കുന്നു. കൂട്ടായ്മയല്ല ഞാൻ പ്രതികരിക്കുന്നത്, ക്രിസ്തുവിനെ.
എനിക്ക് വേണ്ടി പിടഞ്ഞു വരച്ച ക്രിസ്തു ഇന്നും ജീവിക്കുന്നുള്ളത് ഞാൻ സാക്ഷ്യത്തോടെ നിന്നാൽ അത് മൗനമായി നടക്കുന്ന വലിയ സുവിശേഷ വേലയാണ്. യോശുവോട് പറഞ്ഞു, നീ കാൽ ചവിട്ടിയിരിക്കുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമാക്കുമെന്ന്. അതിൻ്റെ ആഴം എത്ര വലുതാണെന്നറിയാം. ഒരു ദൈവത്തിൽ ഒരു സ്ഥലത്ത് കാൽ ചവിട്ടിയാൽ അവിടെ ദൈവം ഇറങ്ങി വരും. അതാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത്. ദൈവത്തിന് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലത്തെ ആ ദൈവത്തിന് പോകാൻ പറ്റുള്ളൂ. ആത്മാവുണ്ട്, തോന്നിയിടത്തെല്ലാം പോകാൻ പറ്റില്ല. അത് ലിമിറ്റേഷനുള്ള കാര്യമാണ്. ദൈവത്തിന് അതാണ് പറയുക, ഒരു ദൈവത്തിൽ എവിടെ കാലി ചവിട്ടുന്നോ ഞാൻ അവിടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. ഈ എങ്ങനെയാണ് ദൈവനാമം അശുദ്ധമാകുന്നത്? ഇങ്ങനെയൊക്കെയുള്ള പ്രിവിലേജ് കിട്ടിയ ദൈവ പൈതൽ, ഇത് 10-15 കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. എങ്ങനെയാണ് ദൈവനാമം അശുദ്ധമാക്കുന്നത്? പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ജീവിതത്തിൽ പിശാച് വീണ്ടും അവകാശം പറയുമ്പോഴാണ് ദൈവനാമം ദുഷിക്കപ്പെടുന്നത്. കാര്യം എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, എൻ്റെ പ്രസംഗങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അനേക ഹൃദയത്തിൽ ഈ സാക്ഷ്യവും പ്രസംഗങ്ങളെല്ലാം പച്ചപിടിച്ച് അവിടെ കിടപ്പുണ്ട്. ആ എന്നിൽ പിശാച് അവകാശം പറഞ്ഞ് ഞാൻ പിന്മാറിക്കഴിഞ്ഞാൽ ദൈവനാമം ദുഷിക്കപ്പെടും. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കേണ്ടി വരില്ലേ? ഒരു സൂക്ഷ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവം പറയില്ലേ, ദൈവം വിളിച്ച് വേർതിരിച്ച ജനം ദൈവം കണ്ടില്ലേ, പോകുന്ന കണ്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവത്തിന് ഇത്രയും സങ്കടം വരെ വല്ലതും ഉണ്ടോ? എന്തുകൊണ്ടാണ് പിന്മാറിപ്പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. തീമുതൽ സംരക്ഷണം തന്നതല്ലേ? ആത്മാവിൻ്റെ ശബ്ദം സ്വരവും കേട്ടതല്ലേ? ആ പാട്ടുപാടി സ്തുതിച്ചവരല്ലേ? തീ പാറുന്ന സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞവരല്ലേ? എന്ത് പറ്റി? ദൈവത്തിൻ്റെ പക്ഷത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ പക്ഷത്താണോ കുഴപ്പം? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. പാത്രം വിശുദ്ധമാക്കാൻ മെനക്കെട്ടില്ല. ഒരു പാത്രം അശുദ്ധമായിരുന്നു, ആ പാത്രത്തിൻ്റെ ഒരു സൈഡിൽ വന്നിരുന്നു, ഹൃദയത്തിൻ്റെ ഒരു കോണിക്ക് വന്നിരുന്നു. ചുറ്റും അശുദ്ധമാണ്. പക്ഷേ ദൈവത്തിനൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യനെ മാനസാന്തരം കൊടുക്കുമ്പോൾ ഹൃദയം മുഴുവൻ വിശുദ്ധമാക്കിയിട്ടല്ല ആ ദൈവം കടന്നു വരുന്നത്. ദൈവം പ്രതീക്ഷിക്കുകയാണ്, ഞാൻ അവിടെ കടന്നു വരുമ്പോൾ എന്നെ മാനിച്ച, എന്നെ സ്നേഹിച്ച ഞാൻ അവൻ എന്ത് ചെയ്തു കൊടുത്തെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ വേണ്ടാദിനങ്ങളോടെല്ലാം അവൻ തിരിഞ്ഞ് കണ്ടുപിടിച്ച് യാത്ര പറയും. അവൻ്റെ ഹൃദയം വിശുദ്ധമാക്കും, പാത്രം വിശുദ്ധമാക്കും. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത്. എനിക്കും നഷ്ടപ്പെട്ടു പോയതാണ്. എനിക്കും എൻ്റെ വില അറിയില്ലായിരുന്നു. ഒരു ആദ്യ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് നിലനിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ആളത്വത്തിൽ വലിയ മാറ്റമാണ് വന്നത്. പക്ഷേ അത് ആദ്യ സ്നേഹം ഇറങ്ങിയപ്പോൾ വന്ന മാറ്റമാണ്. ആളത്തം മാറിയിരുന്നില്ല. ആളത്തം മാറേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് അറിയാനും പാടില്ല. പറഞ്ഞതൊന്നും ഒന്നും ഗ്രഹിക്കാൻ പറ്റിയില്ല. ഒരു വിശുദ്ധനായ ദൈവവേദന എന്നോട് പറഞ്ഞിരുന്നു, ആളത്തം മോശമാണ്, അത് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ കൃപയുള്ള കാലത്താണെങ്കിൽ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും, എളുപ്പമാണ്. പക്ഷേ കൃപ മാറിക്കഴിഞ്ഞാൽ വളരെ വില കൊടുത്താലേ കിട്ടുകയുള്ളൂ. എനിക്ക് അതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായില്ല. ഞാനും ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. വർഷങ്ങൾ ഞാൻ നരകിച്ച മനുഷ്യനാണ്. വർഷങ്ങൾ ഞാൻ വേദനിച്ച മനുഷ്യനാണ്. എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. കാരണം നഷ്ടപ്പെട്ടു പോയല്ലോ, എങ്ങനെ കിട്ടും? പോയാൽ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയാം. അഗാധ കൂപത്തിലേക്കാണ് പോകണമെന്ന് എനിക്കറിയാം. ഇരച്ച് കയറി വരുന്ന പിശാചിൻ്റെ ആലോചനകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. രക്ഷപ്പെടുന്നു? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാ വഴികളും ഞാൻ നോക്കും. എൻ്റെ ജീവിതത്തേക്ക് വന്നുപോയ സകല പാപങ്ങളും പേപ്പറിൽ എഴുതിയെടുത്തിട്ട് ദൈവമക്കൾ കൂടിയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഞാൻ എല്ലാം ഏറ്റുപറഞ്ഞു. ലജ്ജ കൂടാതെ ഏറ്റുപറഞ്ഞു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടി. എന്നിട്ടും പ്രയോജനമൊന്നും കിട്ടിയില്ല. അന്നത്തെ കാലത്ത് അപക്വമായ പല കാര്യങ്ങളും ഞാൻ ചെയ്തു. ഒന്നും നടന്നില്ല. പ്രാർത്ഥിച്ചു, നടന്നില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഇത് ദൈവത്തിൽ നേരിട്ട് വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. അന്ന് ദൈവമക്കളെ കണ്ടു, കൂട്ടായ്മയെ കണ്ടു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയതുമില്ല. അന്ന് ജീവിച്ചു, അന്നൊന്നും കടന്നുപോയില്ല. അതിനിടയ്ക്ക് രോഗം വന്നു. രോഗം വന്നപ്പോഴൊക്കെ ദൈവം എൻ്റെ ആളത്ത് ഒന്നും നോക്കാതെ എനിക്ക് സൗഖ്യം തന്നു. ഇതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. കുടുംബം തന്നു, എല്ലാം തന്നു. ഈ ലോകത്തിൽ വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ദൈവം എനിക്ക് തന്നു. ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു ദിവസം അവൻ തിരികെ വരും. മുടിയമ്പത്തിനെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് എന്നെക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ വലയുമ്പോഴും ദൈവം കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ദൈവത്തിന് അങ്ങോട്ട് മുടിയമ്പുത്തൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അപ്പൻ അവനെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റാത്തതുപോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റിയില്ല. ആ ദൈവത്തിൻ്റെ ആ വിശുദ്ധി സമ്മതിക്കത്തുമില്ല. പക്ഷേ വലഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ മനസ്സിലാക്കി, നേരിട്ട് ദൈവസേനയിലേക്ക് ചെല്ലാം, നിർബന്ധമായിട്ട്. പക്ഷെ ഒരു കണ്ടീഷൻ പറയും, നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും എനിക്ക് ബോധ്യം തന്നാൽ ഞാൻ വിട്ടോളാം. ആ കണ്ടീഷനാണ് ദൈവത്തെ ഇളക്കിയത്. കർത്താവേ, എനിക്ക് നിൻ്റെ വിശുദ്ധി വേണം.
എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം, എനിക്ക് നിൻ്റെ കൃപ വേണം, നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് മടക്കി തരണം. കർത്താവെ, എന്ത് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് തന്നേ പറ്റുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പായ നിന്നെ ഞാൻ കാണുകയാണ്. എനിക്ക് ലോകത്തിൻ്റെ ഒന്നും വേണ്ട, ലോകം മോഹം തരുന്ന ഒന്നും എനിക്ക് വേണ്ട. വ്യക്തമാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതെൻ്റെ കടുത്ത തീരുമാനമായിരുന്നു. വെട്ടിയെറിയാനുള്ളത് വെട്ടിയെറിഞ്ഞുകൊള്ളാം, ചുഴിഞ്ഞെടുക്കാനുള്ളത് ചുഴിഞ്ഞെടുത്തുകൊള്ളാം. ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റിയില്ല പ്രിയരെ. അങ്ങനെയാണ് എനിക്ക് ആദ്യ സ്നേഹം മടക്കി കിട്ടിയത്. അതൊരു വലിയ സംഭവമായിരുന്നു. അതിൽ പിന്നീട് എൻ്റെ യാത്ര മുകളോട്ടായി. ഞാൻ പലതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കൊതിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോയാൽ, ആദ്യ സ്നേഹം നമ്മൾ തിരികെ പ്രാപിക്കാതിരുന്നാൽ, കടുത്ത തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? നാം പിന്മാറും. നമ്മൾ പിന്മാറിക്കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് പിശാചിൻ്റെ സ്വഭാവം വെളിയിലേക്ക് വരും. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് നമ്മളെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മക്കൾ നമ്മളെ മാനിക്കത്തില്ല. ഇത്രയും നാളും കൂട്ടായ്മ നടന്നത് ഇതല്ലേ സംഭവിച്ചെന്ന് അവർ പറയും. പുറമേ നമ്മൾ മാന്യരാണ്, കൂട്ടായ്മക്കാരാണ്, ദൈവവേലൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ വീട്ടിലെ മറ്റുള്ളവർക്ക് നമ്മളെ മാന്യതയില്ല. നമ്മളോട് അടുത്തിടപഴകുന്നവർക്ക് അറിയാം ഒരു കൃപ ഇതിനകത്തില്ല, ദൈവം ഒന്നും ഇതിനകത്തില്ലെന്ന് അവർക്ക് മനസ്സിലാവും. അതാ ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. എന്നോടുള്ള കൃപ വ്യർത്ഥമായതുമില്ല. അപ്പോസ്തലൻ പറയാണ്, എനിക്ക് ദൈവം ഒരു കൃപ. എന്താ കൃപ എന്ന് പറഞ്ഞത്? ദൈവത്തോട് അടുക്കാനുള്ള കൃപ, പാപത്തെ വെറുക്കാനുള്ള കൃപ, തീരുമാനം എടുത്താൽ അത് അനുസരിക്കാനുള്ള കൃപ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാനുള്ള പ്രാഗൽഭ്യം, അതാണ് കൃപ എന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് പാപത്തെ ജയിക്കാൻ, പിശാചിനെ ജയിക്കാനുള്ള കൃപ, അത് ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞില്ല. ഇന്ന് അനേകർക്ക് ലഭിച്ച കൃപ ഒരു വ്യർത്ഥമാക്കി കളയാണ്. രണ്ടാമത്തെ കാര്യം, റോമർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിനകത്ത്, പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനെ ജീവിക്കുന്നവരും തന്നെത്താനാണ്. എനിക്ക് തന്നെ ഉറപ്പ് വേണം, ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞവനാണ്, ഇനി പാപം എൻ്റെ ജീവിതത്തിൽ വരില്ല എന്ന് ഞാൻ തന്നെ ഉറക്കണം. ഒരു രീതിയിൽ ഒരു പാപം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ തന്നെ 6:13 നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചുകൊള്ളുവീൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മാനസാന്തരം ദൈവം സൗജന്യമായിട്ട് തരുന്ന, പക്ഷെ സമർപ്പണം മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് അവൻ എടുക്കേണ്ട തീരുമാനമാണ്. എനിക്ക് ക്രിസ്തുവിനെ വേണോ? എനിക്ക് സൗഭാഗ്യ ജീവിതം വേണോ? എനിക്ക് ആത്മാവിൻ്റെ വഴി വേണമോ? എനിക്ക് സ്വർഗരാജ്യം വേണമോ? സമാധാനമുള്ള ജീവിതം വേണോ? സാക്ഷ്യമുള്ള ജീവിതം വേണമോ? വില കൊടുത്ത് വാങ്ങിച്ചാൽ അത് പിന്നെ നഷ്ടപ്പെടുകയില്ല പ്രിയരെ. കാരണം നഷ്ടപ്പെടുന്നത് വിലയില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണെന്ന് അറിയാം. അതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല. അറിയാതെ ഏതെങ്കിലും പാളിച്ചു വന്നാലും ആരും അറിയാതെ ചാടി എഴുന്നേക്കും. പ്രിയപ്പെട്ടവരെ, സമർപ്പണം, എന്നേക്കുമായ ജീവിതം കർത്താവിൻ്റെ കൊടുക്കാൻ മനസ്സുണ്ടോ? നമുക്ക് പിന്മാറ്റമൊന്നും പിന്നെ ഉണ്ടാകുകയില്ല. ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.